ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി സഞ്ചാരികളും നാട്ടുകാരും. വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയെടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ്. പണ്ട് രാത്രികാലങ്ങളിൽ മാത്രമാണ് ആനകൾ റോട്ടിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പകൽ സമയങ്ങളും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ്. വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്ന് പലപ്പോഴും തലനാരിഴയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച 2 കാറുകളും 1 ബൈക്കും കാട്ടാന ആക്രമിച്ചിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടുതലായിരിക്കുന്നത്. വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര. വനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ആനകൾ റോട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നത്. ചില സഞ്ചാരികൾ വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ അനാവശ്യമായി ശബ്ദമുണ്ടാക്കി പ്രകോപിപ്പിക്കുന്നതും പതിവാണ്. ഇവരുടെ വാഹനം കടന്നു പോകുമെങ്കിലും പ്രകോപിതരായ ആനകൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നേരെയായിരിക്കും തിരിയുക. ഇതും അപകടത്തിന് കാരണമാകുന്നു. യാത്രക്കിടെ ആനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതിന് തമിഴ്നാട് സ്വദേശികളായ 6 പേർക്കെതിരെ ആഴ്ചകൾക്ക് മുൻപാണ് വനംവകുപ്പ് കേസെടുത്തത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. പല ആക്രമണങ്ങൾക്ക് കാരണമാകുന്നത് സഞ്ചാരികൾ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്നത് കൊണ്ടാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. എന്നാൽ സ്ഥിരം ശല്യക്കാരായ ഒറ്റയാനകളും ഈ മേഖലയിലുണ്ട്. വന്യമൃഗങ്ങളെ കാണുമ്പോൾ വാഹനങ്ങൾ നിർത്താതിരിക്കുക, ഹോണടിക്കാതിരിക്കുക, ഭക്ഷണ സാധനങ്ങൾ നൽകാതിരിക്കുക, അവയുടെ സഞ്ചാരപഥം തടയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കണമെന്നാണ് വനംവകുപ്പ് സഞ്ചാരികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്.